അസ്സലാമു അലൈക്കും. വെള്ളിയാഴ്ച ദിവസത്തിൽ 1000 വട്ടം ഈ ഒരു സലാത്തിന് ചെല്ലാൻ പറ്റുമോ? ജീവിതത്തിൽ ആരോടും പറയാതെ ഉള്ള ചില ആഗ്രഹങ്ങൾ നിങ്ങളുടെ മനസ്സിലില്ലേ? ആരും അറിയാത്ത ചില ആഗ്രഹങ്ങൾ, ചില ഇടങ്ങേറുകൾ നമ്മൾ ആരോടും പറയൂല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു ഇടങ്ങേറിൽ നിന്ന് കഴിച്ചിലാവണം എന്ന് മനസ്സിലും അല്ലാത്ത ആഗ്രഹം ഉണ്ടാകൂലേ? അത്തരം ഇടങ്ങേറുകളിൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുകയാണെങ്കിലും നിങ്ങളുടെ മുറാദുകളൊന്നും നേടിയെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിലും ഈ ഒരു സലാത്തിന് 1000 വട്ടങ്ങൾക്ക് നിയ്യത്ത് വെക്കാൻ പറ്റുമോ? ഇത് നിങ്ങൾക്ക് നിയ്യത്ത് വെച്ച് ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഇതിൻ്റെ ഉത്തരം ഈ സ്വലാത്ത് തന്നെ മറുപടിയായിട്ട് നിങ്ങൾക്ക് നൽകും. അത്രയും എഫക്റ്റീവാണ്. ഞാൻ ഈ ഒരു അമലിനെ കുറിച്ച് പറയുന്നത് അത്രയും ഒരു സമാധാനത്തോടു കൂടെ തന്നെയാണ്. കാരണം ഇതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കാണുകയും ചെയ്യും. നമ്മൾ എത്ര ഒരു അടങ്ങേറ് പിടിച്ചിട്ട് റബ്ബിനെ വിളിച്ച് റബ്ബിൻ്റെ റസൂലിൻ്റെ സ്വലാത്ത് പിടിച്ചിട്ട് നിങ്ങളൊന്ന് ദുആ ചെയ്ത് നോക്കുകയാണെ അതിന് ഉത്തരമില്ലാതിരിക്കൂലേ? കാരണം ജീവിതത്തിൽ അടിക്കടി പ്രയാസവും പ്രതിസന്ധിയും വരികയാണ്. ഒരു ഉയർച്ച ജീവിതത്തിന് കിട്ടണില്ല. ഇത്തരത്തിലൊക്കെ ഇരുന്നിട്ടാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തോളിയും. കാരണം ഇതിന് ഫലം ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. നഷ്ടപ്പെടുത്തി കളയാതിരിക്കാറില്ലേ? ഞാൻ ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരുപാട് ആളുകളുടെ മനസ്സിൽ മുറാദുകൾ ഉണ്ടാകും, ഒരുപാട് ആളുകളുടെ മനസ്സിൽ പ്രയാസങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, ഇടങ്ങേറുകളൊക്കെ ഒന്ന് തീർന്ന് കിട്ടണമെന്നുണ്ടാകും, എൻ്റെ മക്കൾ നല്ല രീതിയിലായി കിട്ടണമെന്നുണ്ടാകും. അപ്പോൾ ഏതൊരു ഹലാലായിട്ടുള്ള മുറാദ് കൊണ്ടാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുള്ളത്, റബ്ബ് സുബ്ഹാനഹു തആല ആ ഒരു ആഗ്രഹത്തെ നിങ്ങൾക്ക് ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ നൽകട്ടെ. അതിൻ്റെ തടസ്സങ്ങളെയും ബുദ്ധിമുട്ടുകളെയും റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റം ചെയ്യട്ടെ ഇൻഷാ അള്ളാഹ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാറില്ലേ? അതിന് മുമ്പായിട്ട് ഒരു കാര്യമുണ്ട്. ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാം. ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ എത്രയോ ആളുകൾ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. കടമുള്ള വ്യക്തികളുണ്ട്, ജോലിയില്ലാത്ത സഹോദരങ്ങളുണ്ട്, വിവാഹം റെഡിയാകാത്ത വ്യക്തികളുണ്ട്. അവരിലേക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കാം ഇൻഷാ അള്ളാഹ്. ആദ്യമായിട്ടാണെങ്കിൽ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം. ഞാൻ ഇത്തരത്തിൽ ഉപകാരപ്പെടുന്ന വീഡിയോസ് ഇടുമ്പോൾ അത് വേഗത്തിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കും. അതിനാണ് ഇത്തരത്തിൽ നിങ്ങളടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അള്ളാഹ് നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധാരണ ആരാധനയല്ല. അത് മനുഷ്യൻ്റെ ഹൃദയത്തെ മാറ്റിമറിക്കുന്ന ഒരു ജീവിക്കുന്ന ബന്ധമാണ്. നിങ്ങൾക്കറിയോ, സ്വലാത്തിനെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായിക്കോട്ടെ, അതിൽ നിന്നൊക്കെ ഒരു ഉയർച്ച നിങ്ങൾക്ക് ഈ ഒരു സ്വലാത്തിനെ കൊണ്ട് ലഭിക്കുക തന്നെ ചെയ്യും. എത്രയൊക്കെ ഇരുട്ട് മൂടിയിട്ടുള്ള ഒരു ജീവിതമാണ് നമ്മളുടെയെങ്കിലും അതിലൊരു വെളിച്ചം കൊണ്ടുവരാൻ, ഒരു മെഴുകുതിരിയായി കത്തി പടരാൻ ഈ ഒരു സ്വലാത്തിനെ കൊണ്ട് സാധിക്കും. അത്രയും ഫലമാണ്. അപ്പോൾ ഈ ഒരു വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാം. നമ്മുടെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായിട്ടുള്ള സഹാബിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു കാര്യം നോക്കാം. ഒരിക്കൽ വളരെ ദരിദ്രനായ ഒരു ഇടയനായിരുന്നു അദ്ദേഹം. ആളുകളെ വലിയ പ്രാധാന്യമില്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം സത്യത്തെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ അവന് കേട്ടപ്പോൾ അവൻ്റെ മനസ്സ് തകർന്ന് വീണ്ടും പുതുതായി രൂപപ്പെട്ടതുപോലെ ആയിരുന്നു. അവൻ ഇസ്ലാം സ്വീകരിച്ചു. അതിനുശേഷം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സലാത്തായി മാറി. അവൻ സലാത്തിൽ നിൽക്കുമ്പോൾ ലോകത്തിലെ എല്ലാം മറന്നു പോകും. അവൻ്റെ ഹൃദയം മുഴുവൻ അള്ളാഹുവിനോട് പങ്കു ചേർന്നിരിക്കും. അവൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആളുകൾ കരഞ്ഞിരുന്നു. കാരണം അവൻ്റെ ശബ്ദത്തിൽ ആത്മാവിന് സത്യസന്ധത ഉണ്ടായിരുന്നു. ഒരിക്കൽ മക്കയിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ് ഖുർആൻ പാരായണം ചെയ്തപ്പോൾ ഖുറൈശ് നേതാക്കൾ അവനെ കനത്ത രീതിയിൽ പീഡിപ്പിച്ചു. രക്തം വാർന്നെങ്കിലും അവൻ നിർത്തിയില്ല. ആ അനുഭവം കേട്ട ഒരു ദരിദ്രനായ യുവാവിൻ്റെ ഹൃദയം നടുങ്ങി. കാരണം ചെറിയ പ്രശ്നങ്ങൾക്ക് പോലും തളർന്നിരുന്ന ആ ഒരു യുവാവ് ഈ സ്വഹാബിയുടെ ഉറച്ച വിശ്വാസം കണ്ടപ്പോൾ ലജ്ജിച്ചു. അതോടെ അവൻ തൻ്റെ ജീവിതത്തെ തന്നെ മാറ്റാൻ തീരുമാനിച്ചു. അവൻ സലാത്തിനെ വെറും കടമയായി കാണാതെ ഒരു ശക്തിയായി കാണാൻ തുടങ്ങി. ഓരോ ഫജറിലും അവൻ ഉണർന്നു തൻ്റെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തേടി ദുആ ചെയ്തു. സജദയിൽ അവൻ കരഞ്ഞു. തൻ്റെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞു. ഇബ്നു അബ്ദുള്ള മസൂദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതം അവനെ പഠിപ്പിച്ചത് സ്വലാത്ത് നമ്മളെ അള്ളാഹുവിനോട് അടുപ്പിക്കുന്നതും നമ്മളെ ശക്തരാക്കുന്നതും എന്നാണ്.
ദിവസങ്ങൾ കടന്നപ്പോൾ അവൻ്റെ മനസ്സിൽ സമാധാനം ഉണ്ടായി. അവൻ കൂടുതൽ ആത്മവിശ്വാസമുള്ളവനായി. ചെറിയ ചെറിയ അവസരങ്ങൾ അവൻ്റെ ജീവിതത്തിലേക്ക് എത്തി. അവൻ അവയെ ഉപയോഗപ്പെടുത്തി. ഒരിക്കൽ ജോലി കിട്ടാതെ വലയുന്ന അവന് ഒരു ചെറിയ ജോലി ലഭിച്ചു. അതവന് നന്നായി ചെയ്തു. അവൻ വിശ്വസിച്ചു ഇത് സലാത്തിൻ്റെ അനുഗ്രഹമാണ്. അവൻ ഒരിക്കലും നമസ്കാരത്തെ വിട്ടില്ല. എന്ത് സംഭവിച്ചാലും അവൻ തൻ്റെ സ്വലാത്തിൽ ഉറച്ചു നിന്നു. ഓരോ തവണയും അവൻ നമസ്കരിക്കുമ്പോൾ അബ്ദുള്ള ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പീഡനങ്ങൾ സഹിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്ത രംഗം തൻ്റെ മനസ്സിൽ എപ്പോഴും തെളിഞ്ഞു. അതോടെ അവൻ്റെ വിശ്വാസം കൂടുതൽ ശക്തമായി. അവൻ്റെ വലിയ സ്വപ്നങ്ങളെല്ലാം സജദയിൽ പറഞ്ഞു. അവയെ നേടാൻ ശ്രമിച്ചു. കാലം കടന്നു പോയപ്പോൾ അവൻ്റെ ദാരിദ്ര്യം പതിയെ മാറി. അവൻ്റെ ജീവിതം മെച്ചപ്പെട്ടു. അവൻ മനസ്സിലാക്കി സ്വലാത്ത് നമ്മളെ വെറും സമ്പന്നരാക്കുകയല്ല ചെയ്യുന്നത്, അത് നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കുന്നുണ്ട്. അവൻ്റെ കുടുംബം സമാധാനത്തിൽ വന്നു. അവൻ്റെ മനസ്സിൽ സന്തോഷം നിറഞ്ഞു. അവൻ തൻ്റെ വിജയത്തിന് കാരണം സ്വലാത്തും അള്ളാഹുവിൻ്റെ കരുണയുമാണെന്ന് ഉറച്ച നിയ്യത്തിൽ തന്നെ വിശ്വസിച്ചു. അവൻ മറ്റുള്ളവർക്കും ഈ ഒരു കഥ പറഞ്ഞു തുടങ്ങി. കാരണം ഒരു സഹാബയുടെ യഥാർത്ഥ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ കഴിയുന്നു എങ്കിൽ അവൻ തിരിച്ചറിഞ്ഞു ഓരോ സജ്ജതയും അവൻക്ക് പുതിയ ശക്തി നൽകി എന്നത്. ഓരോ ദുആയും പുതിയ വഴികൾ അവൻക്ക് തുറന്നു കൊടുത്തു എന്നത്. ഇന്നും അവൻ ഓരോ നമസ്കാരത്തിലും അതേ വിനയത്തോടു കൂടെ തന്നെ നിലനിൽക്കുന്നു. കാരണം അവൻ അറിയുന്നു സ്വലാത്ത് തന്നെയാണ് അവൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്നുള്ളത്. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഒരു വിളക്കായിട്ട് തീർക്കാൻ, ഒരു മണിമുത്തായിട്ട് തീർക്കാൻ നിങ്ങൾക്ക് സ്വലാത്തിനെ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുക ചെയ്യും. ഒരത്ഭുത വിളക്ക് എന്നതുപോലെ ഈ ഒരു സലാത്തിനെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസത്തിൽ തീർച്ചയായിട്ടും നെഞ്ചിലേറ്റി ചൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്തരത്തിൽ നിങ്ങൾ നിയ്യത്ത് വെച്ച് ചൊല്ലി തുടങ്ങുകയാണെങ്കിൽ ഏറ്റവും ഹൈറായിട്ടുള്ള രീതിയിൽ തന്നെ റബ്ബ് സുബ്ഹാനഹു തആല അത് നിങ്ങൾക്ക് നേടിത്തരിക തന്നെ ചെയ്യും. വെള്ളിയാഴ്ച ദിവസത്തിൽ ഏതൊരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു സലാത്തിനെ ചൊല്ലി തുടങ്ങാവുന്നതാണ്. വെള്ളിയാഴ്ച നിങ്ങൾക്ക് ഇനിയിപ്പോൾ പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ചൊല്ലി തുടങ്ങാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. ചൊല്ലി തുടങ്ങി നിങ്ങൾക്ക് സമയമെടുത്ത് നിങ്ങളത് ചൊല്ലി തീർത്താലും മതി. എങ്കിലും ഏറ്റവും എളുപ്പത്തിൽ നമുക്കിത് എങ്ങനെയാണ് ചൊല്ലി തീർക്കാൻ പറ്റുക, അത്രയും എളുപ്പത്തിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മളത് ചൊല്ലി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഏതാണ് ആ ഒരു സ്വലാത്ത് എന്ന് കൂടെ നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ. ഇൻഷാ അല്ലാഹ് അത് നമ്മുടെ മഹത്തായിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്താണ്. ഈ ഇബ്രാഹിമിയ സ്വലാത്തിനെ 1000 വട്ടം നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ജീവിതത്തിൽ തെളിയാത്ത വിളക്കുകൾ ഉണ്ടാകില്ല. എത്ര അടഞ്ഞ വഴിയാണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ റബ്ബ് അത് തുറന്ന് കാട്ടുക തന്നെ ചെയ്യും. നമുക്ക് ശുദ്ധിയില്ലാത്തവർക്കാണെങ്കിലും ശുദ്ധിയില്ലാത്ത സ്ത്രീകൾക്കാണെങ്കിലും ഈ ഒരു സ്വലാത്തിന് ചൊല്ലാൻ പറ്റുന്നതാണ്. നമ്മുടെ തഹിയാത്തിനൊക്കെ ചൊല്ലിയതിന് ശേഷം ചൊല്ലുന്ന സ്വലാത്താണ്. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞ് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു സ്വലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഒരു വെള്ളിയാഴ്ച രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, നമ്മുടെ മുത്ത് റസൂലിൻ്റെ ആ ഒരു മഹത്വം കൊണ്ട് നമ്മളുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല പ്രകാശം നൽകട്ടെ. കടമൊക്കെ ഉള്ള ആളുകളെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിയ്യത്ത് വെക്കണേ. ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകളെ തീർച്ചയായിട്ടും ഈ ഒരു അമലിനെ നിങ്ങൾ നിയ്യത്ത് വെക്കണേറ്റില്ലേ. കാരണം ഈ ഒരു അമലിനെ നിങ്ങൾ വെറുതെ നിസ്സാരാക്കി കളയരുത്. കാരണം അത്രയും മഹത്തുണ്ട് ഈ ഒരു സ്വലാത്തിന്. അല്ലാഹു സുബ്ഹാനഹു തആല ഇത് നമുക്ക് ചെയ്യാനും ചൊല്ലാനും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കാനും തൗഫീക്ക് നൽകട്ടെ. ഈ ഒരു അമലിൻ്റെ പ്രത്യേകത കൊണ്ട്, മഹത്വം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു തആല വിജയം നൽകട്ടെ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും കാണാം. ദുആ വസിയത്തോടു കൂടെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.